ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പത്തരമായിട്ടുള്ള നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേരും കൂടെ എഴുത്തുകുത്തു വിദ്യയൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. പരസ്പരം മിണ്ടില്ല, പക്ഷേ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യണം. ഒരാളുടെ മനസ്സിലുള്ള കാര്യം അടുത്തയാളുടെ അടുത്തേക്ക് എത്തിക്കുകയും വേണം. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് അനി വിളിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അനന്തപുരിയിൽ. അതുകൊണ്ടാണ് അനി വിളിക്കുന്നത്, അല്ലാതെ അനി വിളിക്കാറില്ലല്ലോ. ആ ഒരു പ്രശ്നം എന്താണെന്ന് ഓർത്ത് ഒന്നാമത് മകളെക്കുറിച്ച് ഓർത്ത് ടെൻഷനിലാണ് നമ്മുടെ ഈ ഗോവിന്ദനും കനകയും ഒക്കെ. അപ്പോൾ ഇവൻ്റെ കോൾ കണ്ടപ്പോഴേക്കും അവർ പേടിച്ചു പോയി. അപ്പോൾ എന്താണ് എന്നിങ്ങനെ ചോദിച്ചു. അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ, വീണ്ടും പ്രശ്നം ഉണ്ടായില്ല എന്ന് പേടിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വീണ്ടും പ്രശ്നമൊന്നും ഉണ്ടായതൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ വല്യച്ഛൻ വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയിട്ടുണ്ട്. പിന്നെ നയനേച്ചി എല്ലാവരെയും കയ്യിലെടുക്കുമെന്ന് അറിയാമല്ലോ. നയനേച്ചിയുടെ ആ നല്ല ഗുണമുള്ള സ്വഭാവം കൊണ്ട് എല്ലാവരും നയനേച്ചി, മുത്തശ്ശിയും ഒക്കെ നയനേച്ചിയുടെ കൂടെ തന്നെയാണ്. പിന്നെ ചിലരുണ്ട്, ഞങ്ങളുടെ അപ്പച്ചി മക്കളൊക്കെ ഉണ്ട് നയനേച്ചി ഇഷ്ടമില്ലാത്തവർ. പിന്നെ ആദർശേട്ടനെ നയനേച്ചി കുപ്പിയിലാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ആദർശേട്ടനും നയനേച്ചി കൂടെ ഒരുമിച്ചാണ് കയറി വന്നത്. ഒരുമിച്ചാണ് അവർ വന്നത്? അതേനെ, ഒരുമിച്ചാണ് വന്നത്. പിന്നെ ഇവിടെ ചെറിയ മറ്റൊരു വിശേഷമൊക്കെ ഉണ്ട്. അവിടുത്തെ മൂത്ത മോള്, അതായത് നവ്യ, ഇവിടുത്തെ അബിയുടെ ഭാര്യ, അഭിയേട്ടൻ പോലും പറയുന്നില്ല ഇനി, അബിയുടെ ഭാര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരിക്ക് ആ ഒരു വയ്യായികയും കാര്യങ്ങളൊക്കെ ആണല്ലോ. വയ്യായികയല്ല, ഇത്രയും നാളും പ്രസവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗർഭിണിയുടെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര കഴിക്കലാണ്, ഫുഡ് കഴിക്കലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഴിക്കലാണ്. അതിന് അത്രയും കഴിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇവിടെ പ്രായമായവരും മുതിർന്നവരും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. പിന്നെ ഞാൻ ഇക്കാര്യത്തിലൊന്നും കയറി ഇടപെടാൻ പോകില്ല, പ്രത്യേകിച്ച് നവ്യയുടെ കാര്യത്തിൽ, നവ്യ ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെ ഞാൻ ഇടപെടാൻ പോകില്ല. നയനേടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, അത് എനിക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നവ്യയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയൊന്നുമില്ല എന്നൊക്കെ അനി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദുവിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗോവിന്ദനും കനകയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ മോഹങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ മോള് ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ കാണാൻ ചെല്ലേണ്ടതല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പുച്ഛം. നമ്മൾ ആ താഴെ പ്രശ്നക്കാരാണ്, നമ്മൾ കൊടുക്കുന്നതൊന്നും അവൾക്ക് മതിയാവത്തില്ല, പിന്നെ എന്തിനാണ് പറഞ്ഞത് നമ്മളായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴേക്കും കനക പറഞ്ഞു, അതും ശരിയാണ്, ബാക്കിയുള്ളവരെ പോലെ അല്ല, നയനെ പോലെയോ നന്ദുവിനെ പോലെയോ അല്ലല്ലോ നവ്യ. എന്തായാലും അവൾക്ക് ഇപ്പോൾ വലിയൊരു കുടുംബമുണ്ട്. ആ കുടുംബമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പോലും അവൾക്ക് നാണക്കേട് തന്നെ. എന്നാലും എൻ്റെ മോൾ ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം നിനക്ക് തെറ്റിയത് അവിടെയാണ് കനക, നീ നവ്യ വളർത്തിയ രീതിയിലാണ് തെറ്റ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ എല്ലാ തെറ്റുകളും വെക്കുവാണ്, കാരണം എൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്, ഞാൻ സമ്മതിക്കുന്നുവെന്ന് കനകയും പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യ മുറിയിലേക്ക് വരികയാണ്. രാവിലെ ഇവന് ചായയൊക്കെ കൊടുക്കാനായിട്ട് മുറിയിലേക്ക് വന്നതാണ്. അവൻ ചായയൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. അല്ലാണ്ട് ചായ വേണ്ട എന്നൊന്നും പറഞ്ഞില്ല. അവൾ കൊടുത്ത് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവളെന്ത് ചെയ്തു, അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ അങ്ങോട്ടേക്ക് പോവാണ്, വാഷ്റൂമിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ഇവൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ വരച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, എന്തോ സംഭവം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഡിസൈൻ ആണെന്ന് ഇവർക്ക് ഉറപ്പായി, പവിത്ര പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിസൈൻ ഒന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം, എന്താ വരച്ച് വെച്ചേക്കണമെന്നറിയാലോ എന്നും പറഞ്ഞിട്ട് അവൾ ഡിസൈൻ എടുത്ത് നോക്കുകയാണ്. കുറച്ച് തപ്പിയതിന് ശേഷമാണ് കിട്ടിയത്. അവൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദർശ് ഇറങ്ങി വരുന്നതും അത് പിടിച്ച് മേടിക്കുന്നതും. ആദർശ് ഇത് കണ്ടിട്ട്, നീ എന്തിനാ ഇതൊക്കെ എടുത്തതെന്നൊക്കെ ആദർശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ നിന്ന് പൊട്ടിച്ചിരിക്കുക കേട്ടോ. നീ എന്തിനാ ചിരിക്കുന്നേ? പിന്നെ ആ ഡിസൈൻ കണ്ടാൽ ചിരിക്കാതിരിക്കും. എന്തൊരു കലാവാസന, എന്തൊരു കലാവിരുത്, എൻ്റെ പൊന്നെ, ഇതാരും കാണരുത് കേട്ടോ, കൊത്തിക്കൊണ്ട് പോകും, വൻ കമ്പനികൾ കൊത്തിക്കൊണ്ട് പോകും, മൂർത്തി ജ്വല്ലറിന് നിൽക്കത്തില്ല ഇത്. അത്രയ്ക്ക് സ്ത്രീകൾ ഇടാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ഡിസൈൻസ് അല്ലേ അങ്ങയുടെ കൈകൊണ്ട് വിരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ കൂടുതൽ കളിയാക്കുമൊന്നും വേണ്ട. കളിയാക്കിയതല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് അത് കണ്ട് ആരാണ് ആകൃഷ്ടരാകാത്തത് എന്നൊക്കെ പറഞ്ഞ് നയനെ കളിയാക്കുക തന്നെ ചെയ്യുകയാണ്. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ആദർശ് പറഞ്ഞു, നിന്നോട് വരച്ചു തരാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. അത് ആവശ്യപ്പെടില്ല, അത് തന്നെയാണ് പ്രശ്നം. അല്ല, അറിയാൻ പാടില്ലാത്ത കാര്യം എന്തിനാണ് ആവശ്യമില്ലാതെ ചെയ്യാൻ പോകുന്നത്? അറിയാൻ പാടില്ലെങ്കിൽ അത് അവിടെ അങ്ങോട്ട് അറിയാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാനുണ്ടോ? ഇല്ലല്ലോ. അറിയില്ലാത്ത കാര്യം മറ്റുള്ളവരെ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ആരുടെ മുന്നിൽ കൊച്ചാകാനൊന്നും പോകുന്നില്ല, നല്ലതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട, നിൻ്റെ ഒരു ഡിസൈനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. വലിയൊരു പ്രമോ അല്ലാട്ടോ, നമ്മൾ പ്രമോ സിനിമ ഒരു ചെറിയൊരു പ്രമോസ് ആയിരിക്കും. പക്ഷേ നാളെ രാവിലത്തെ വീഡിയോ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നാളെ രാവിലത്തെ ഫുൾ എപ്പിസോഡ് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ,
നമുക്ക് ഓൾറെഡി 3 ചാനലിലാണ് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാനൽ എല്ലാത്തിലും നിങ്ങൾ കയറി കാണുക. അപ്പോൾ പല പല വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാത്തിലും കയറി കാണുക. എല്ലാ കഥകളും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും മാറി 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 നമ്മുടെ ഓരോ ചാനലിൽ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നിങ്ങൾ കയറി കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒന്ന് ലൈക്കും ചെയ്യുക. ആദ്യം നിങ്ങൾ കാണുന്ന വീഡിയോ ജസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പിന്നെ വീഡിയോ കാണണമെങ്കിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിലോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കഥകളൊക്കെ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഇപ്പോഴൊന്നും കയറി ഡിസ്ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ പറഞ്ഞ പോലെ അതിന് നമ്മുടെ കഥകളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും കേട്ടോ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ എനേബിളും കൂടെ ചെയ്യണം. എന്നാലും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, ഓള് തന്നെ എനേബിൾ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. രാവിലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.